ഇന്ന് സ്കൂൾ ഓപ്പണിംഗ് ആയിട്ട് ഇന്നാണ് കേട്ടോ മോനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇക്കയും മോനും കൂടെ സ്കൂളിൽ പോയി. അതിനുശേഷം ഞാൻ ബേബിക്ക് ഫുഡ് കൊടുത്തു. ബേബിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടോയെന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല. ബേബിൻ്റെ ഫുഡ് റൂട്ടീന് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം പോയതിൻ്റെ ശേഷം ഞാനാണെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി മോനെ സ്കൂളിലാക്കി റിട്ടേൺ വന്നപ്പോൾ ഇക്ക 3 ഡുണ്ടുമണി അയിലകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിന് ശേഷം നെനസിനെ കുളിപ്പിച്ചു. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. നെനസിന് അധികം മീഷോന്നാണ് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കാറ്. നെനസിനെല്ലാം മക്കൾക്കൊക്കെ ഞാൻ മീഷോന്നാണ് ഡ്രസ്സ് വാങ്ങിക്കാറ്. ചില ഡ്രസ്സൊക്കെ നന്നായിട്ട് നിൽക്കാറുണ്ട്, ചിലതൊക്കെ പെട്ടെന്ന് നരച്ചു പോവും. എന്നാലും കുഴപ്പമില്ല, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും. പിന്നെ മോന് ഉറങ്ങി. അതിന് ശേഷം മീനിന് മസാല മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നു. മീനിന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മസാലകളൊന്നും അങ്ങനെ ഇതാക്കില്ല. ഞാൻ കുരുമുളക് കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കുരുമുളക് കൂടുതൽ ഇടുന്ന സമയത്ത്. അങ്ങനെ ഞാൻ മീനൊക്കെ നല്ലോണം മാരിനേറ്റ് ചെയ്തു. കുറച്ച് കറിവേപ്പിലയും കൂടി വെച്ചിട്ട് അതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇത് ചേനയാണ് കേട്ടോ. ചേന ചെറിയ പീസിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ എനി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലിയും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് ഓരോരാൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അയച്ചത്. അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് ഓരോ ദിവസം വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എനിക്കൊരു കണ്ടൻറ്റും കൂടി ആവും ഇൻഷാ അല്ലാഹ്. ഇന്നലെ എനിക്ക് യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചപ്പോഴാണ് ഇന്ന് സ്കൂൾ തുറക്കുന്നതെന്നുള്ള കാര്യം പോലും ഞാൻ അറിഞ്ഞത്. കുറേ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നത്, സങ്കടം ഇല്ലാണ്ട് വീഡിയോ കാണാൻ പറ്റണേന്നൊക്കെ. എന്ത് ചെയ്യാൻ, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു സങ്കടമായിട്ട് മാറുന്നതാണ്. ഞാൻ നിങ്ങളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആ വഴിക്കൊന്ന് പോട്ടെ, ബാക്കി ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ വീഡിയോസായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പരെ എണീച്ചിട്ടാണ്. അപ്പോൾ ബൈ ബൈ. ഓക്കെ, സ്കൂളിലൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട്. ഹായ് പറയാം. ഹായ്. ഇതിൻ്റെ ഇടയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള 2 സാധനങ്ങൾ മറന്നുപോയി. അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് വേഗം ഈ ചേന ഒന്ന് പൊരിച്ചെടുത്തു. അതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് മീനും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ മീൻ ഉള്ളിൽ പൊരിഞ്ഞ് വരാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ എന്താക്കുമെന്ന് അറിയോ, ഈ നടുക്ക് ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ 2 പീസായിട്ട് വരും. അങ്ങനെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കും. അതാകുമ്പോൾ ഉണ്ടല്ലോ 2 സൈഡും നന്നായിട്ട് പൊരിഞ്ഞ് വരും. അതേപോലെ നമുക്ക് എക്സ്ട്രാ ഒരു 2 പീസ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടാവും. പിന്നെ മീനൊക്കെ പൊരിച്ച് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ചോറൊക്കെ വെച്ചതിൻ്റെ ശേഷം ഞാൻ ബാക്കിയുള്ള വീഡിയോ പറയാം. അസുഖങ്ങളൊക്കെ എന്തായാലും കൂടെപ്പിറപ്പായിട്ട് കൂടെ തന്നെ ഉണ്ട്. ഓരോ ദിവസം കൂടുമ്പോൾ കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. അതേ അവസ്ഥ തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എന്തായാലും 8-ാം തീയതി ആവണം സ്ലൈഡിൻ്റെയും ബ്ലോഗിൻ്റെ ഒക്കെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഉണ്ടായ ഒരു ചെറിയ കോമഡി ഇൻസിഡൻ്റ് ആണോ എന്നറിയില്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ഞാൻ 2 ആഴ്ച മുമ്പ് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേദനയെ കുറിച്ചിട്ട് ആലോചിക്കേണ്ട, നിങ്ങൾക്ക് ഡിപ്രഷനിലോട്ട് പോകുന്നതാണോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട് എന്നൊക്കെ. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇത്രയും അസുഖം വെച്ചിട്ട് ഇപ്പം എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെക്കാട്ടിയും സിവിയറായിട്ടുള്ള അസുഖങ്ങളും പെയിനൊക്കെ സഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നടക്കാനും ഹോസ്പിറ്റലിലേക്ക് പോകാനും എല്ലാം സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ അങ്ങനെയുള്ള പല ആൾക്കാരും. അനുഭവിക്കുന്ന പെയിന് അവർക്ക് മാത്രം എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം. അതോടെ ഒരാൾക്ക് ചിന്തിച്ചിട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ വേദനിക്കുന്നത് അവർക്കത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പോലും അനുഭവിച്ചറിയാൻ പറ്റില്ല. വന്നാലേ അത് അറിയുള്ളൂ. അപ്പം ഈ ഡോക്ടർ പറഞ്ഞ സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത്,
നിങ്ങൾ ഈ വേദന എന്ന് പറയുന്നത് നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകുന്നത് കൊണ്ടുള്ള തോട്ടാണോ എന്ന് ഡൗട്ടുണ്ട്. അപ്പം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. ആക്ച്വലി ഞാൻ ഇസ്ലാമിക് കൗൺസിലിംഗ് കഴിഞ്ഞ ഒരാളാണ്. ഓക്കെ, ഞാൻ മുമ്പ് ഒരുപാട് ആൾക്കാരെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും കേട്ടിട്ട് അതിൻ്റെ ഒരു പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റാണ്ടാണ് ഞാൻ ആ ഒരു കൗൺസിലിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്തത്. MGMൻ്റെ യൂണിറ്റിലായിരുന്നു ഞാൻ ആ സമയത്ത് കൗൺസിലിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് കുറച്ചുകൂടി ഡൗൺ ആവും എന്ന് തോന്നിയപ്പോഴാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. കാരണം എനിക്ക് എന്നെ താങ്ങാൻ പറ്റാത്ത അത്രയും പ്രോബ്ലംസും പ്രഷറും ഉണ്ട്. അപ്പോൾ വേറൊരാളുടെ പ്രഷർ നമ്മളത് വാങ്ങുമ്പോൾ ഒന്നിക്ക് നമുക്ക് എന്താ പറയുക, ഒരു ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഭാരം കൂടി വരികയാണ്. ഈ ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ? ഫസ്റ്റായിട്ട് ഒരാൾ കൗൺസിലിംഗ് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര കൗതുകമായിരിക്കും. പിന്നീട് വേറൊരാൾ വരുമ്പോൾ അവരുടെ കാര്യം കേൾക്കാൻ നമുക്ക് കൗതുകമായിരിക്കും. കാരണം നമ്മളെ ലൈഫിനെക്കാട്ടിയും വേറെ പല രീതിയിലായിരിക്കുമല്ലോ പല ആൾക്കാരുടെ ലൈഫ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. പക്ഷെ പിന്നീട് ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടി വരുമ്പോൾ നമ്മളുടെ മൈൻഡ് എന്താണെന്ന് പറയുമോ, ശരിക്കും പറഞ്ഞാൽ ഒരു കല്ലായിട്ട് മാറും. കാരണം നമുക്ക് വലിയ ഇമോഷൻസ് ഒന്നും തോന്നില്ല. കാരണം നമ്മൾ ഡെയിലി ഇത് കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവർ പറയുന്നത് കേൾക്കാം എന്നുള്ളതാണ്. ഒരു പരിധി വരെ ഒരാൾക്ക് കേൾക്കാൻ ആളുണ്ടാവാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് അവരുടെ ലൈഫിൻ്റെ ഉള്ളിൽ കയറി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കുറേ തിരിച്ചറിവുകൾ കൊണ്ടൊക്കെ തന്നെ ഞാൻ ആ ഒരു കാര്യം വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഡിപ്രഷനിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവർക്ക് ഡിപ്രഷനൊന്നുമില്ല, ഡിപ്രഷനിലൊക്കെ വരേണ്ട ടൈമൊക്കെ കഴിഞ്ഞതാണ്, ഇപ്പോഴും അവൾ ഓക്കെ ആണ്. പക്ഷേ വേദന ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പെയിന് ഒരാൾക്ക് അനുഭവിച്ചറിയാൻ പറ്റില്ല. ആ പെയിന് അവർക്ക് വരുവാണെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു പെയിനിനെ കുറിച്ച് അറിയാൻ പറ്റൂ. അപ്പം ഡോക്ടർക്ക് എന്തായാലും ഇതേപോലുള്ള എൻഡോമെട്രീസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഡോക്ടർക്ക് ആ ഒരു പെയിൻ അറിയില്ല. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു അവൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചോദിച്ചു അതെയോ, എന്താണ് കണ്ടൻറ്റ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ, ഞാൻ എപ്പോഴും ഹോസ്പിറ്റലാണല്ലോ, ഹോസ്പിറ്റലിലാകുമ്പോൾ സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയുന്ന മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അറിയുന്ന രീതിയിൽ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാണ് പ്രശ്നം, ഈ ഒരു കാര്യം ഒഴിവാക്കിയിട്ട് കുക്കിംഗ് പോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു കുക്കിംഗ് പോലത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. കാരണം മുമ്പൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പോൾ എപ്പോഴും മുമ്പത്തെ പോലത്തെ രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു അതിനെന്താ, ഇപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്, ഇരുന്നിട്ട് കുക്ക് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മൈൻഡ് വോയിസിൽ ആലോചിച്ചാണ് അപ്പോൾ ഗ്യാസ് എടുത്തിട്ട് മടിയിൽ വെച്ചിട്ടായിരിക്കും കുക്ക് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ തിങ്ക് ചെയ്ത് പോയില്ലേ. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചതാണ്, നമ്മൾ എത്രയും പോസിറ്റീവായിട്ട് നടക്കുമ്പോൾ നമ്മളിങ്ങനെ തളർത്താൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊന്നും കണ്ട് തളരരുത്. ഇന്നലെ എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിങ്ങളെ വീഡിയോസൊക്കെ കാണാറുണ്ട്, പക്ഷേ ഞങ്ങൾ ലിപ്സ്റ്റിക് എന്തിനാണ് ഇടുന്നത്, നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാണ്ട് വീഡിയോ ചെയ്തുകൂടെ, മേക്കപ്പ് ഇടാണ്ട് വീഡിയോ ചെയ്തുകൂടെ എന്നൊക്കെ. ഞാൻ ആക്ച്വലി മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ എൻ്റെ ഫേസിൽ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് നോർമലി ഉള്ള പോലെ തന്നെയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഇവിടെ ഈ ചീക്കിൻ്റെ അവിടെ റെഡ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് എൻ്റെ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നിട്ടാണ് എനിക്കിവിടെ ചീക്കിലിങ്ങനെ റെഡ് പോലെ വരുന്നത്. പിന്നെ ലിപ്പ്, നോർമലി എൻ്റെ ലിപ്പിൻ്റെ കളറാണിത്. എൻ്റെ ഈ ഒരു ഇവിടെ കണ്ടോ, ഇത് ഫുള്ളിങ്ങനെ ഇത് ചാപ്ഡ് ലിപ്പ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടി പോയിട്ടായതാണ്. നോർമലി കളറുള്ളതാണ്, വേണമെങ്കിൽ തുടച്ച് കാണിച്ചു തരാം. ഇതാ അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടൊന്നുമല്ല, കളർ എങ്ങനെയാണ്, പിന്നെ ഈ ലൈറ്റിൻ്റെ എഫക്റ്റും പിന്നെ ഈ ലിബാമൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് ഗ്ലോസി ആയിട്ട് കാണിക്കുന്നതാണ് ഞാൻ. പിന്നെ ഈ മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോസൊക്കെ ഷോർട്സ് ചെയ്യുന്ന സമയത്ത് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കാണിക്കലുണ്ട്. അല്ലാണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് 24 മണിക്കൂർ നടക്കലൊന്നുമില്ല. അല്ല, ഇന്നലെ അയച്ച മെസ്സേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ടായിരുന്നു. കാരണം
എന്താ പറയുക, അത്രയും ഒരു മോശമായ രീതിയിലാണ് മെസ്സേജ് ചെയ്തത്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ആരും വീഡിയോസൊന്നും കണ്ടിട്ട് സങ്കടപ്പെടേണ്ട. ഞാൻ ആരെയും സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫോർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു അസുഖത്തിനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു.